നമസ്കാരം. സദൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സദൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. നമ്മൾ സ്നാക്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ സോസ്. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 750 ഗ്രാം നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ചതഞ്ഞ തക്കാളിയൊന്നും എടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഈ ചതഞ്ഞ തക്കാളിയൊക്കെ വെച്ചിട്ട് സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അതേപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ വരെ വിനിഗർ, അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തക്കാളി ഒന്ന് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പിന്നെ ഏകദേശം ഒരു 8 കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഏകദേശം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കാം, പക്ഷെ ഞാനിവിടെ കടായിലാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അടിഭാഗം നല്ല കട്ടിയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ നമ്മൾ കുറുക്കിയെടുക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും നമുക്ക് സമയം നഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു കടായിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി ഒരു ചെറിയ തീയിൽ ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ചെറുതായിട്ട് വെള്ളം പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തക്കാളിയിൽ നിറയെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ചെറുതായിട്ട് ഫ്ലെയിം ഇൻക്രീസ് ചെയ്ത് വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ തക്കാളിയിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എല്ലാ തക്കാളിയും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 അല്ലി മതിയാവും. ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കണം. അരച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കുരുവും തൊലിയൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മിക്സർ ജാറിൽ ഓൾറെഡി ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടത് അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഫിൽറ്റർ ഇല്ലാത്ത മിക്സർ ജാറാണെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഓക്കെ, ഞാനൊന്ന് അരക്കട്ടെ.
അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ പ്യുവറായിട്ടുള്ള ഒരു ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാം. ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് നന്നായിട്ട് ഇനി കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതൊന്ന് ചൂടാക്കുക. ചെറിയ തീയിൽ വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ ഒരു തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ പ്യൂരി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഏകദേശം പകുതി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ചില്ലി പൗഡറിന് കുറച്ച് എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ ഈ ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ആഡ് ചെയ്യാതെയും നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. ഈവൻ ഗാർലിക് കൂടെ ആഡ് ചെയ്യണമെന്നില്ല, അത് വേണമെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ ഈ ടൊമാറ്റോ സോസിലേക്ക് തന്നെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ ഒരു കോട്ടിങ് പോലെ ഫോം ചെയ്യുന്നതാണെങ്കിൽ നമ്മളുടെ ടൊമാറ്റോ സോസിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്, കാരണം നമ്മൾ സ്പൂണിൽ കോരി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ടൊമാറ്റോ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കുറുക്കിയെടുക്കാം, പക്ഷേ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കരുത്. അപ്പോൾ ഏകദേശം ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സോസൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആക്ച്വലി വിനിഗർ ആഡ് ചെയ്യുന്നത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. വിനിഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വിനിഗർ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇനിയൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ സത്താൻ മെനു ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക,
അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.